നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു റമദാൻ മാസം അത് മുഴുക്കെ അതിലെ എല്ലാ നന്മകളും നേടിയെടുക്കാനും എല്ലാ പാപങ്ങളും നമ്മിൽ നിന്ന് കഴുകിക്കളയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 185-ാമത്തെ ആയത്തിലാണ് റമദാൻ എന്ന ഒരു പദപ്രയോഗം വന്നിട്ടുള്ളത്. ഏക പദപ്രയോഗം കൂടിയാണ് വിശുദ്ധ ഖുർആനിൽ ആ റമദാൻ എന്നുള്ളത്. റമദാൻ ഒരു തവണ മാത്രമേ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളൂ. റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളുടെ മനസ്സിലേക്കും ഓരോ ആളുകൾക്കും വ്യത്യസ്ത ചിന്തകളായിരിക്കും വരിക. ഒന്നാമതായി നമുക്ക് വരാറുണ്ട് നോമ്പാണ് അതിലുള്ളത്, അതുകൊണ്ട് നോമ്പ് ഓർമ്മ വരുന്ന ആളുകളുണ്ടാവും. തറാവീഹ് നമസ്കാരം ഓർമ്മ വരുന്ന ആളുകളുണ്ടാവും. പല ആളുകൾക്കും പൊരിച്ച കടികളും അതിലുള്ള വെള്ളങ്ങളും ജ്യൂസും പലതരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങളായിരിക്കും മറ്റു ചിലർക്ക് ഓർമ്മ വരിക. പല ആളുകൾക്കും പല രീതിയിലാണ്. ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യം പ്രയോഗിച്ചിട്ടുള്ള റമദാൻ, അത് ഇതിന്റെ കൂടെയാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ, അതിലാണ് വിശുദ്ധ ഖുർആൻ അത് ഇറക്കപ്പെട്ടത്. ഖുർആനുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. റമദാനിൽ ഏറ്റവും പ്രാധാന്യം അതാ വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ടാണ് റമദാനിൽ ഇത്ര പ്രാധാന്യം. അത് നോമ്പുണ്ടായതുകൊണ്ടല്ല, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു, അതുകൊണ്ടാണ് ആ റമദാനിന് ഇത്ര പ്രാധാന്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ റമദാനും ആ വിശുദ്ധ ഖുർആനിനോട് ഏറ്റവും അടുപ്പമുണ്ടാകുന്ന ഒരു സമയമാകണം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വിശുദ്ധ ഖുർആനോട് ഏറ്റവും ഒരു അടുപ്പം ആ റമദാനിൽ ഉണ്ടായിരുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം, ഓരോ ആളുകളുടെയും വിശുദ്ധ ഖുർആൻ ഖത്മുകൾ തീർക്കുന്നത് എത്ര തവണയായിരുന്നു. ചില ആളുകളെല്ലാം ഓരോ ആഴ്ചയിലും അവർ ഖത്മു തീർത്തിരുന്നു. ചില ആളുകൾ അത് 5 ദിവസത്തിൽ തന്നെ തീർത്തിരുന്നതാണ്. മറ്റു ചില ആളുകൾ 3 ദിവസത്തിൽ, 2 ദിവസത്തിൽ, 1 ദിവസത്തിൽ പോലും തീർത്തിരുന്നു എന്നാണ്. എത്രത്തോളം ഇമാം ശാഫിഈ റഹിമഹുള്ളയെ കുറിച്ച് പറയും, അദ്ദേഹം 1 ദിവസത്തിൽ 2 തവണ തീർത്തിരുന്നതാണ്. ഒന്ന് പകലിൽ തീർക്കും, രണ്ടാമത്തേത് രാത്രി നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. മുഴുവനായി കൊണ്ട് അദ്ദേഹം ഖത്മു തീർക്കുമായിരുന്നു. ഏതൊരു സമയത്തും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അവരുണ്ടായിരുന്നത്. ഇമാം സുഫിയാൻ തൗരി റഹിമഹുള്ള, അദ്ദേഹത്തെ റമദാൻ ആയാൽ പിന്നീട് ബാക്കിയുള്ള എല്ലാ ദർസും നിർത്തും. ഇമാം മാലിക് റഹിമഹുള്ളയെ കുറിച്ച് എല്ലാം പറയുന്നത് കാണാം. ബാക്കി എല്ലാ ദർസും നിർത്തും. എന്തൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ അതെല്ലാം അവസാനിച്ച് പിന്നീട് ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ റമദാനിൽ നമുക്ക് ബന്ധമുണ്ടാകേണ്ടത് ഖുർആനുമായിട്ടാണെന്നാണ്. എന്താണ് ആ ഖുർആൻ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും പ്രാധാന്യത്തോടു കൂടി ആ മഹാന്മാർ കണ്ടിരുന്ന ആ ഖുർആൻ എന്താണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു മുഅ്ജിസത്താണ്. ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ, മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്ന വടിയൊന്ന് നിലത്തിട്ടാൽ അത് പാമ്പായി മാറും. അമാനുഷികമായൊരു കഴിവാണ്. മനുഷ്യന്മാർക്ക് ആർക്കും കഴിയില്ല. ആ വടി കൊണ്ടൊന്ന് കടലിലടിച്ചാൽ അത് പിളർന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം അത് പിളർന്നു എന്നാണ്. അതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. സ്വാലിഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ ഒരു പാറയിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തു വന്നതാണ്. നമ്മുടെ കണ്ണിനൊക്കെ കുളിർമയുള്ള അത്ഭുതപൂർവ്വം കാണുന്ന ഒരു കാര്യം, കാഴ്ചക്കൊരു അത്ഭുതം ഉണ്ടാകും. അമാനുഷികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കൈകളുടെ ഇടയിൽ നിന്ന്, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം നിർഗളിച്ചു എന്നാണ്. വെള്ളം വന്നു. അതൊക്കെ കണ്ട ഏതൊരാൾക്കും എന്ത് ചെയ്യും? ഒരു വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാകും. അതുകൊണ്ടാണ് അമാനുഷികമായ കഴിവ് എന്ന് പറയുന്നത്. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി ഖുർആൻ കാണുന്നു? ധാരാളം വർഷങ്ങളായി ഖുർആൻ കാണും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ കണ്ടിട്ട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അങ്ങനെയൊന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ട്?
ആ മൂസാ നബിയുടെ പാമ്പിനെ പോലെ, ആ മൂസാ നബിക്കുണ്ടായിരുന്ന വടിയെപ്പോലെ ഓരോ മുഅ്ജിസത്തുകളും എങ്ങനെയായിരുന്നു അമാനുഷികമായി ആ കഴിവുകളെ കണ്ടിരുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാണാൻ ഇനിയും സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് ഒരേ ഒരു കാരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൊണ്ട് പറഞ്ഞ കൽപ്പനല്ലേ ഇത് ചെയ്തിട്ടില്ല എന്ന്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണം എന്നാണ്. അത് വായിക്കാനുള്ളതാണ്. ഖുർആൻ അത് വായിക്കാനുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി കൊണ്ട് ആ ഹിറാ ഗുഹയിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് വായിക്കാനാണ്. എവിടെ വായിക്കുക? ഒരാളെങ്ങനെ നമ്മൾ വായിക്കാൻ പറയാം? ഒരു സാധനം കൊടുക്കണം, എന്നിട്ട് വായിക്കാൻ പറയുന്നറിയാം. നബിസ്വലാസ്ലം എന്താ കൊടുത്തേ? ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു വായിക്ക്, ഇഖ്റ, നീ വായിക്കുന്നവർ. സഹോദരങ്ങളെ, വായിക്കണം. വായിച്ച ആളുകൾക്കെല്ലാം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ ഏതൊരാളും അത് വായിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം അതാണ് ഏറ്റവും ഹുദ, സന്മാർഗം നൽകുന്നത് അതാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അതിനുശേഷം ഖുർആനെ കുറിച്ച് പറഞ്ഞു ഹുദൽ ലിന്നാസ്, ആളുകൾക്കുള്ള സന്മാർഗമാണ്. അതൊന്ന് വായിച്ചാൽ മതി. ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ച ഏതൊരാൾക്കും അയാളുടെ ആ ഒരു മനസ്സിൽ യഥാർത്ഥ മാർഗം തെളിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും ഇസ്ലാം വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയിലെ നേതാവ്, അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നത് നാഗരാജറാവു എന്നാണ്. നാഗരാജറാവു. അതിന് യൂട്യൂബിൽ അല്ലെങ്കിൽ ക്രോമിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പേര് കാണാൻ സാധിക്കില്ല. ഇന്നാ പേര് കാണാൻ സാധിക്കില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ഉടനെ വരും മുഹമ്മദ് ഉമർ റാവു എന്നാണ്. മുഹമ്മദ് ഉമർ റാവു. എന്റെ പേര് മാറാൻ കാരണം എന്നറിയാം. അദ്ദേഹം അത്രയും കാലം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും വിമർശിച്ച് അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ഒന്ന് ഖുർആൻ വായിച്ചിട്ട് അതിലെ തെറ്റുകളൊക്കെ ഞാൻ പറയട്ടെ എന്ന് ചെയ്തു. അദ്ദേഹം തീരുമാനിച്ചു. വിമർശിക്കാൻ വേണ്ടി വായിച്ചതാണ്. വായിച്ചു അവസാനം അദ്ദേഹം പിന്നീട് ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അത് വിശദീകരിക്കുന്ന ആളായിട്ട് മാറി. ഒന്ന് വിമർശിക്കാൻ വായിച്ചിട്ട് പോലും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി നമ്മളൊക്കെ വായിച്ചിരുന്നെങ്കിൽ എവിടെ എത്തിയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മാറ്റം കൊണ്ടുവരും. അബ്ബാസി ഭരണകാലഘട്ടത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു ഖലീഫയായിരുന്നു ഖലീഫ മഅ്മൂൻ. മഅ്മൂനിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം ഇമാം ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണെന്നാണ്. അദ്ദേഹത്തിന്റെ രാജസദസ്സിലേക്ക് ഒരു ജൂതനായ മനുഷ്യൻ ആളുകളുടെ കൂട്ടത്തിൽ കടന്നു വന്നു. അദ്ദേഹത്തിന് കടന്നു വന്ന സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പെട്ടെന്ന് ആകർഷണീയമായ ഒരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നല്ല മുഖപ്രസന്നതയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ രൂപവും സ്വഭാവവും എല്ലാം വശ്യമാർന്ന സ്വഭാവമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ സംസാരം അത് അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചു കുലിക്കുന്ന. ആ സംസാരം കൂടി കേട്ട സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. എല്ലാ ആളുകളും പോയപ്പോൾ ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ച് മഅ്മൂൻ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് മതത്തിലാണ്? അദ്ദേഹം പറഞ്ഞാൽ ജൂത മതത്തിലാണ്. താങ്കൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ താങ്കൾക്ക് ഇന്ന പാരിതോഷങ്ങളൊക്കെ തരാം. താങ്കളെ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഇസ്ലാമിന് കൊയ്തെടുക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്കില്ല. ഞാൻ എൻ്റെ പിതാവും എൻ്റെ പിതാക്കളെല്ലാം ഏതൊക്കെ മാർഗത്തിലാണോ അവിടെ തന്നെ ഞാൻ നിലകൊള്ളും. അദ്ദേഹം തിരിച്ചുപോയി. ഒരു വർഷത്തിന് ശേഷം ഇതേ സദസ്സിൽ മഅ്മൂൻ മറ്റൊരു സദസ്സിലായിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു. അങ്ങനെ കണ്ട സന്ദർഭത്തിൽ ആളുകളൊക്കെ പിരിഞ്ഞുപോയി ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ താങ്കൾ ഒരു ജൂതനായിരുന്നു, ഇപ്പൊ താങ്കൾക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, മുസ്ലിമായി മാറി, എന്തേ താങ്കൾക്ക് സംഭവിച്ചത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. താങ്കൾ അന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ഇന്ന് നാട്ടിലുള്ള മതം ഒന്ന് തൗറാത്തി മതമാണ്. തൗറാത്ത് കൊണ്ട്, ഇഞ്ചീൽ കൊണ്ട്, ഖുർആൻ, ഇതാണ് 3 ഗ്രന്ഥങ്ങൾ ആളുകൾ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3 പഠിക്കാൻ തീരുമാനിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, അതിലെ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് ഒന്നാമത്തെ തൗറാത്ത് എടുത്തുകൊണ്ട് അതിലെ ചില പേജുകളൊക്കെ ഞാൻ എടുത്തു മാറ്റി. എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അവിടെയുള്ള ചർച്ചിലേക്ക് അത് കൊണ്ടുപോയി കൊടുത്തു. അവർക്കൊന്നും അറിഞ്ഞില്ല, അവരാരും അറിഞ്ഞില്ല. അവരത് കൃത്യമായി മേടിച്ചു. അതനുസരിച്ച് അവർ പാടാനൊക്കെ തുടങ്ങി, അത് വായിക്കാൻ തുടങ്ങി. അവർക്കൊന്നും മനസ്സിലായി. ഇഞ്ചിയിലെടുത്തുകൊണ്ട് അത് ഞാൻ ചില പേജുകൾ എടുത്തുകൊണ്ട് അടർത്തി മാറ്റി മറ്റു ചിലത് ആഡ് ചെയ്തു. ഞാനത് ആ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അവർക്കും ഒന്നും മനസ്സിലായി.
എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ചില ഏടുകൾ എടുത്തുകൊണ്ടത് മാറ്റി അതിൽ ചിലത് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ആളുകൾക്കിടയിലൂടെ വിതരണം ചെയ്തപ്പോൾ ആദ്യത്തെ മനുഷ്യൻ തന്നെ എടുത്തുകൊണ്ട് അതൊന്ന് നല്ലോണം വായിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എടുത്തത് എറിഞ്ഞു. അദ്ദേഹം അത് എടുത്തെറിഞ്ഞു. അതോടുകൂടി അന്ന് എനിക്ക് മനസ്സിലായി ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഇത് സംരക്ഷിക്കപ്പെട്ട വചനങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി. അള്ളാഹ് ഇറക്കിയതാണ്, അതിന് അള്ളാഹ് തന്നെ സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണോ അള്ളാഹ് സംരക്ഷിക്കും. ഈ ലോകത്തുള്ള എല്ലാ ഖുർആനും എടുത്ത് കത്തിക്കാൻ ഒരാൾ തീരുമാനിച്ച അത് തീർന്ന എടുത്ത് കരുതണ്ട, അത് അവസാനിക്കും. വിശുദ്ധ ഖുർആൻ അത് അവസാനിക്കുകയില്ല. അത് പേജുകൾ ഒതുങ്ങുന്ന ഈ ഖുർആൻ അല്ല, ഇതിന് ഖുർആൻ തന്നെ പറയാം. പേജുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതിന് മുസ്ഹഫ് എന്നാ പറയാം. മുസ്ഹഫ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയങ്ങളിലാണ്. റസൂലിന് ഒരു പുസ്തകം ഇറക്കി കൊടുത്തതല്ലല്ലോ. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമക്ക് പുസ്തകം ഇറക്കി കൊടുക്കുകയും ഈസാ നബി അലൈഹിസ്സലാമക്ക് ഇൻജീൽ ഒരു കിതാബായിട്ട് ഇറക്കി കൊടുത്തതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് ഹൃദയത്തിലേക്കാണ്, ഒരു പേജിൽ എഴുതി കൊടുത്തിട്ടല്ല, അത് ഹൃദയത്തിലാണ്. എല്ലാ ഖുർആനും കത്തിച്ച് കളയാൻ തീരുമാനിച്ചാലും ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചേക്കേറി അടുത്ത രാവ് പുലരും മുമ്പേ ഖുർആൻ ഇവിടെ ഭൂമിയിൽ അത് ഉണ്ടാകും. അതുകൊണ്ട് ആ ഖുർആനെ നശിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് അമാനുഷികത, അതാണ് അമാനുഷികത. ആ ഖുർആൻ ഇത്രയും വലിയൊരു അമാനുഷികതയുണ്ട് എന്ന് അതുകൊണ്ടാ പറയുന്നത്. ആ ഭാഷയിൽ തന്നെ അത്രയും വലിയൊരു പ്രാധാന്യം. ഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊരു ഭാഷയ്ക്ക് എന്ത് ചെയ്യുന്നറിയാം. കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഭാഷ എന്ത് ചെയ്യും, അതിൽ മറ്റുള്ള ഭാഷകൾ കൂടിച്ചേർന്ന് ആ ഭാഷ വേറെ ഭാഷയായിട്ട് മാറും. ഇപ്പൊ ഈ വില്യം ഷേക്സ്പിയറിന്റെ ഒക്കെ ചില ഗ്രന്ഥങ്ങൾ അതങ്ങനെ പഠിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ചില ട്രാൻസ്ലേറ്റ് ഡിക്ഷണറി അടുത്ത് വെച്ചുകൊണ്ടാണ് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നാലേ മനസ്സിലാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം യു എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിട്ടില്ല, ഡോ എന്ന ഉപയോഗിച്ചു. ഡോ ആളുകൾക്ക് ആ ഡോ എന്ന് മനസ്സിലാക്കുന്നത് ഇത് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ളത് മനസ്സിലാക്കും, എന്നാലേ അറിയുള്ളൂ. ആ ഇംഗ്ലീഷിലുള്ള ഭാഷയ്ക്ക് തന്നെ മാറ്റം സംഭവിച്ചു. മലയാളത്തിലെ കഴിഞ്ഞ ഒരു 30 കൊല്ലം മുമ്പുള്ള ഒരു ആധാരം എടുത്തുകൊണ്ട് കൊടുക്കാൻ അതൊക്കെ അന്നത്തെ ആൾക്കാരോട് വായിക്കാൻ പറയാം, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും. ഓരോ ഭാഷയിലും വ്യത്യാസം വരും. അന്ന് പ്രവാചകൻ എന്ത് പറഞ്ഞോ അതന്നെ ഇന്ന് ഇവിടെയുള്ള ആളുകൾ ഓതും. മുസ്ലിമീങ്ങൾ എന്താണോ ഇന്ന് ഓതുന്നത് അത് തന്നെയാണ് പ്രവാചകനും ഓതിയിട്ടുള്ളത്, സ്വഹാബാക്കളും ഓതിയിട്ടുള്ളത് അത് തന്നെയാണ്. ഒരു മാറ്റം സംഭവിക്കും, ഒരു ഹറക്കത്തിന് പോലും ഒരു മാറ്റം സംഭവിക്കാത്തതാണ് ആ വിശുദ്ധ ഖുർആൻ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്രയും പ്രാധാന്യമുള്ള ഏറ്റവും വലിയ മുഅ്ജിസത്തായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കപ്പെട്ടത്. മാത്രമല്ല സഹോദരങ്ങളെ, എത്ര കൊല്ലായി വെല്ലുവിളി? 1400 വർഷങ്ങളായി. 1400 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. സാഹിത്യ തമ്പുരാക്കന്മാർ, സാഹിത്യ തറവാട്ടിലെ അറബി തമ്പുരാക്കന്മാരായ ധാരാളം ആളുകളുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിലെ പല ഭാഷകളും കലക്കി കുടിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരോടൊക്കെ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അം തഖൂലൂൻ അം യഖൂലൂന തഖവലഹു ബൽ ലാ യുഅ്മിനൂൻ ഫൽയതു ബിഹദീഥിൻ മിത്ലിഹി. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് റസൂൽ പറഞ്ഞുണ്ടാക്കുന്നതാണ്, റസൂലിന്റെ ഇച്ഛക്ക് ഇങ്ങനെ എഴുതിണ്ടാക്കിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. ഈ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഈ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥത്തിൽ 6000-ഓളം വചനങ്ങളുണ്ട്. 6000-ഓളം വചനങ്ങളും 114-ഓളം സൂറത്തുകളുമുണ്ട്. അതുപോലെ ഒന്ന് കൊണ്ടുവരും. എങ്കിൽ നിങ്ങളെ സമ്മതിക്കാലോ, അതുപോലെ ഒന്ന് കൊണ്ടുവരും. ആരെങ്കിലും കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കുറച്ചു കൊടുത്തു. നിങ്ങൾ ഒരു ഖുർആൻ കൊണ്ടുവന്ന് കാണും, ഒരു 10 സൂറത്ത്. അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅതു ബിഅശ്രി സൂറത്തിൻ മിസ്ലി. 10 സൂറത്ത് കൊടുത്താൽ ഖുർആൻ ഫുള്ളൊന്നും കൊണ്ടുവരണം, 10 സൂറത്ത് കൊണ്ടുവന്നാൽ മതി. ആർക്കെങ്കിലും സാധിച്ചു? ഏറ്റവും വലിയ സാഹിത്യകാരന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഏറ്റവും ഉന്നതന്മാരായ അറബി ഭാഷയിലെ ഏറ്റവും ഉന്നതരായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു. അവർ പോലും ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കുറച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ 10 സൂറത്തും കൊല്ലണ്ട, ഒരു സൂറത്ത് മതി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുള്ളൂ. 3 ആയത്തുള്ള ഏറ്റവും ചെറിയ സൂറത്തെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ചെറിയ സൂറത്ത്, ആ സൂറത്തിന് തത്തുല്യമായി കൊണ്ടെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സമ്മതിച്ചു തരാം. ഇത് പ്രവാചകൻ കെട്ടിച്ചമച്ചത് ഉണ്ടാക്കിയതാണ്. പക്ഷേ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ചില ആൾക്കാരൊക്കെ തുനിഞ്ഞു. ടുണീഷ്യയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ എന്ത് ചെയ്തു, ഉണ്ടാക്കി. ഈ കോവിഡിന്റെ സമയത്ത് ഒഴിഞ്ഞിരുന്നപ്പോൾ ചില ആൾക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുത്തു.
വെല്ലുവിളി ഏറ്റെടുത്തുന്നല്ല ചില സൂറത്തുകൾ എഴുതി 10ഓളം ആയത്തുകൾ, 10ഓ 8ഓ ആയത്തുകളുണ്ട്. എന്താണ് സൂറത്തിലെ അവർ പറയുന്ന അവരുടെ സൂറത്താണ് കൂഫീദ്, കോവിഡ് തന്നെയാണ് സത്യം, വൽ ഫൈറോസിൽ മുബീദ്, വലിയൊരു വൈറസാണ് സത്യം. അതിനെ സത്യം ചെയ്തിട്ട് പറയാൻ, ആ വൈറസിനെ സത്യം ചെയ്ത് അവർ പറയാണ് ഇത് വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ്. ആ തലക്കയുള്ള ആ ദൂരെയുള്ള ചൈനയിൽ നിന്ന് വന്ന ആ ഒരു വൈറസ് തന്നെയാണ് സത്യം. അങ്ങനെയാണ് അവിടെ സഹോദരങ്ങളെ. ഇത് എവിടെ ഓതാൻ പറ്റും? ചൈനയിൽ ഓതാൻ പറ്റും, ചൈനയിൽ ഓതാൻ പറ്റും. ആ ദൂരെയുള്ള ചൈനയിൽ നിന്ന് വന്ന ആ ഒരു വൈറസ് തന്നെയാണ് സത്യം. ചൈനക്കാർക്ക് ഓതാൻ പറ്റൂല, നമുക്ക് ഓതാൻ പറ്റൂല. ഇവിടെ ഇന്ത്യൻ്റെ അടുത്താണല്ലോ, ദൂരമുള്ള ആൾക്കാരല്ല. ഇതാണ് ഖുർആൻ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥലത്തും ഏത് കാലത്തും അത് സ്യൂട്ടബിളാണ്. എല്ലായിടത്തും അത് സ്യൂട്ടബിൾ ആയിരിക്കും. ഒരു വചനം ഇറക്കിയതപ്പം അടുത്തായിട്ട് നോക്കി, ഫഖാലൽ കാഫിറൂന ഇന്നഹു മറദുൻ അനീദ്. കാഫിറുകളായ ആളുകൾ പറയുന്നു ഇതൊക്കെ ഭയങ്കര വലിയ എന്തോ രോഗമാണ്. ഇപ്പൊ കാഫിറുകളാ പറഞ്ഞത് കോവിഡ് രോഗമാണെന്ന് കാഫിറുകൾ മാത്രമാണ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് രോഗമാണ്, ഒരു വലിയ രോഗമാണ് എല്ലാവരും പറഞ്ഞു. ഖുർആനെ തത്തുലായിട്ട് കോപ്പിടിക്കാൻ നോക്കിയതാ. ഖുർആന്റെ അതേ കോപ്പിടിച്ച് അവസാനം എന്ത് ചെയ്തു? ലോകം മുഴുവൻ ഇതിനെ തള്ളിക്കാണു. അവസാനമുള്ള വാക്ക് ശ്രദ്ധിച്ചോളി, ഏറ്റവും നല്ല പുതിയ സോപ്പ് വെച്ച് കൈ കഴിക്കോളുണ്ടോ? ഓരോ സമയത്തും കൈ കഴിക്കണമെങ്കിൽ പുതിയ സോപ്പ് ഇങ്ങനെ ഒഴിച്ചല്ലോ. അതാണ് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഖുർആൻ ഇറക്കിയപ്പോ അവസ്ഥയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 1400 വർഷമായി ആ സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ആളുകളോട് പോലും ആ വെല്ലുവിളി നടത്തിയിട്ട് ഒരാൾക്ക് പോലും അതിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും മഹോന്നതമായ ആ ഒരു മുഅ്ജിസത്ത്, അമാനുഷികത എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മളിതിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. നമ്മളിതൊക്കെ ഏറ്റവും വലിയ ആൾക്കാരാണ്, ഖുർആന്റെ ആൾക്കാരാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്നറിയും? പണ്ട് തൗറാത്തിനെ കൊണ്ടുവരുന്ന പോലെയാണ്. പണ്ട് തൗറാത്തിനെ മതലുല്ലദീന ഹുമ്മിലുത് തൗറാത ثم لم يحملوها كمثل الحمار. ഒരു കഴുതന്റെ പുറത്തിങ്ങനെ ഒരു സാധനം ഇങ്ങനെ എറ്റി നടക്കണ പോലെ അതുപോലെയാണെന്ന് ഖുർആനെ കൊണ്ടു നടക്കുന്നതാണ്. തൗറാത്തിനെ കൊണ്ടുവരുന്നത് ഏറ്റവും വർണ്ണാഭമായ പൊതിച്ചിലുകളൊക്കെ കൊടുത്ത് അതിനവരിങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. എങ്ങനെ കൊണ്ടുവരുന്നത്? തുറന്നു നോക്കൂല, അതിന്റെ ഉള്ളിൽ എന്താണെന്ന് തുറന്നു നോക്കിയതിലാണ്. അതല്ലേ ഇന്നത്തെ ഖുർആന്റെ അവസ്ഥ. നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ ഖുർആൻ. എവിടെയാ ഖുർആൻ ഉള്ളത്? ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഹാളിൽ അതിന്റെ ഏറ്റവും നല്ല ഷോക്കേസിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പെടുക്കാനാണ്? റമദാനിക്ക് എടുക്കാൻ, റമദാനിക്ക് മാത്രം എടുക്കാനുള്ളതായി ഖുർആൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതാണ് അവരുള്ളത്. ആ കൂട്ടിലുള്ള പാത്രങ്ങളെ പോലെ, വിരുന്നുകാർ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള പാത്രങ്ങളെ പോലെ ആക്കിയില്ലേ ആ ഖുർആനെ. ആ ഖുർആനെ അത്തരം തരം താണ രീതിയിലേക്ക് ആ പാത്രങ്ങളോട് ഉപമിച്ചില്ലേ നമ്മൾ? എടുക്കണം, എല്ലാ ദിവസവും എടുക്കണം. ആ ഖുർആനിന്റെ ഒരു വരിയെങ്കിലും നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ആ ഉന്നതമായ ഖുർആൻ അത് ഏറ്റവും ഉന്നതമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഉന്നതരാകുമായിരുന്നു എന്നാണ്. ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കണം, ഖുർആൻ പഠിക്കണം എന്നാണ്. ഖുർആൻ പഠിക്കാത്ത ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഉലൈക കൽ അൻആം, കന്നുകാലികളെ പോലെ എന്നാണ്. കന്നുകാലികളെ പോലെ. അല്ല തിരിച്ച് കന്നുകാലികളെ പോലെയല്ല. കന്നുകാലികളെ ചിന്തിക്കാത്ത എന്തായാലും അവർക്ക് ബുദ്ധി കൊടുത്തിട്ടില്ല. ബുദ്ധി കൊടുത്തിട്ടും ചിന്തിക്കാത്തവരാണ്. ബൽഹും അവല്ലേ, അവരെക്കാൾ മോശപ്പെട്ടവരാണ്. കന്നുകാലികൾ ചിന്തിക്കാത്തത് ബുദ്ധി കൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ബുദ്ധി എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാതും തന്നിട്ട് എന്നിട്ടും അതിനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ കന്നുകാലികളാണ് നിങ്ങളെക്കാൾ മെച്ചമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സഹോദരങ്ങളൊന്ന് പഠിക്കണം. ആ ഖുർആൻ ഒന്ന് പഠിക്കാൻ ഈ റമദാനിന്റെ മാസമായിട്ട് പോലും ഖുർആൻ ഒന്ന് പഠിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ പിന്നെ എന്നാണ് നമുക്കതിന് സമയം ഉണ്ടാകുക? ഏറ്റവും നമ്മളെ സ്നേഹിച്ചത് പ്രവാചകനല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് പോലും നമ്മെ കുറിച്ച് പറഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി എന്നാണ്. എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ അവരെയെല്ലാം കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞതെങ്കിൽ ആ പ്രവാചകൻ തന്നെ നാളെ പരലോകത്ത് നമുക്കെതിരെ പറയുന്നതാണ്. നാളെ നമുക്കെതിരെ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിന്റെ 30-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ ഖുർആനെ അവഗണിച്ച് കളഞ്ഞു എന്നാണ്. അവഗണിച്ച് കളഞ്ഞു, ഖുർആൻ ഒഴിവാക്കി. ഖുർആനൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. ഇഷ്ടം പോലെ ഖുർആൻ മക്കത്തു നിന്നൊക്കെ വരുമ്പോൾ ധാരാളം ഖുർആൻ ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പള്ളിക്കൊക്കെ ധാരാളം ഖുർആൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ
ആ ഖുർആനെയെല്ലാം അവഗണിച്ചു. സമയമില്ല, ജോലിക്ക് പോകണം, സമ്പത്തുണ്ടാക്കണം, മക്കളെ കൂടെ ചെലവഴിക്കണം, എന്തൊക്കെ കാരണങ്ങളായിരുന്നു. സമയം കിട്ടിയില്ല. അവസാനം ആ ഖുർആൻ അവഗണിച്ചു കളഞ്ഞു എന്നാണ്. ആ ആളുകൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുമെന്നാണ്. നമുക്കെതിരെ പറയും. ഏറെ സ്നേഹിച്ച നമ്മുടെ പ്രവാചകൻ നമുക്കെതിരെ പറയും. അതുകൊണ്ട് മഹ്ജൂറ, അതിനെ അവഗണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ പറ്റില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഏകദേശം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ചില കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് അവഗണിക്കുന്നത്? ഒന്നാമത്തത് എന്താ? തിലാവയാണ്, പാരായണം ചെയ്യുക. അത് ഖുർആൻ പാരായണം ചെയ്യാത്ത ആളുകളായിട്ട് നമ്മൾ മാറരുത്. പാരായണം ചെയ്യാം. ഈ റമദാനിലെങ്കിലും ഓരോ ഖത്തം വെച്ചിട്ടെങ്കിലും തീർക്കുക. ഓരോ ദിവസവും ഓരോ ഖത്തം തീർത്താൽ നമുക്ക് 30 ദിവസം ആകുമ്പോഴത്തേന് ഓരോ ജുസ് വെച്ച് തീർത്താൽ ആ 30 ദിവസം ആകുമ്പോഴത്തേന് ഖുർആൻ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തിലാവത്തിന് ഒഴിവാക്കും. പാരായണം ചെയ്താൽ തന്നെ അനുഗ്രഹങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങും. രണ്ടാമത്തത് ഇസ്തിമാഅ, കേൾക്കുക. ഖുർആന്റെ ഫോണിലുണ്ടല്ലോ, ഇപ്പൊ ഓതാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിരന്തരം പണിയാണ്. അതിലൂടെ കേൾക്കാൻ എന്താ തടസ്സം? ഒന്ന് ഫോൺ എടുത്തൊന്ന് ഓണാക്കി വെച്ചാൽ കേൾക്കാൻ എന്ത് തടസ്സം? ഓതാനല്ല തടസ്സം, കേൾക്കാൻ പ്രയാസമില്ല. അതുപോലെ അതും കൂടി ഇല്ലെങ്കിൽ പ്രവാചകൻ നമുക്കെതിരെ പറയുന്ന മൂന്നാമത്തെ തദബ്ബുറിക്കുന്ന തദബ്ബുർ. എന്താ തദബ്ബുർ എന്ന് പറഞ്ഞാൽ? ദുബുറിനാണ്. ദുബുർ എന്ന പുറകുവശത്തിനെ പറയും. ആയത്തിന്റെ പുറകിലേക്ക് ചിന്തിക്കണം, അതിനെ ആഴത്തിൽ ചിന്തിക്കണം എന്നാണ്. ഒരായത്തിന് ഓടിപ്പോകാനുള്ളത് ഖുർആൻ ഓടിപ്പോകാനുള്ളതല്ലല്ലോ. അതിനാണ് ഈ ഖുർആൻ അറക്കേണ്ട ആവശ്യമല്ലല്ലോ. ഖുർആൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ചിന്തിക്കാനുള്ളതാണ്. ചിന്തിച്ച് ജീവിതത്തിലേക്ക് പകർത്തണമെന്നാണ്. അതെന്നാലാമത്തെ അൽ അമലു ബിഹി, ഖുർആൻ വെച്ചിട്ട് പ്രവർത്തിക്കണം. ആ ഖുർആൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് റസൂലിന്റെ സ്വഭാവം എന്താ ചോദിച്ചപ്പോ ആയിഷ പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആൻ. അത് പ്രവാചകർക്ക് മാത്രമുള്ളതല്ല. നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യനോട് ചോദിച്ചാൽ പറയണം, നമ്മുടെ ഭാര്യ പറയണം അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറ്റുമോ? ഖുർആൻ അടുത്ത് പിടിച്ചാൽ പറ്റുന്നതാണ്. അഞ്ചാമത്തത് അൽ ഇസ്തിശ്ഫാഇ ബിഹി, അതുകൊണ്ട് ശിഫായിനെ തേടണം. ആ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും അത് ശിഫായിനെ തേടണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അവഗണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഏറ്റവും ആ ഖുർആനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. റമദാനിൽ ഖുർആന്റെ ഏറ്റവും അടുത്ത ആളുകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പലപ്പോഴും ആളുകൾക്ക് പ്രയാസങ്ങളാണ്. ഓരോ പ്രയാസങ്ങളുണ്ടാവും, പല രീതിയിലായി. പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊരു പ്രശ്നം എന്തായാലും ഈ തലയിൽ ഇങ്ങനെ കണ്ണട വെച്ചിട്ട് കണ്ണട തരുന്ന പരിപാടി. തലയിൽ കണ്ണട വെച്ചിട്ട് എന്ത് ചെയ്യും? എല്ലായിടത്തും ഇങ്ങനെ കണ്ണട തരും. അതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലായിടത്തും തരും. വീട്ടിലുള്ള സാധനത്തിൽ തരും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. എല്ലാത്തിനുള്ള പരിഹാരം ഖുർആനിൽ എല്ലാത്തിനുമുള്ള പരിഹാരം എന്തൊക്കെയാണ്? കുട്ടികളില്ലേ സഹോദരങ്ങളെ? കുട്ടികളില്ലാത്തൊരു പ്രവാചകന്റെ കഥ ഖുർആനിൽ പറയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രയാസങ്ങൾ, പലതരം പ്രയാസങ്ങളുണ്ടല്ലോ. രോഗം ബാധിച്ചാണെങ്കിലും എന്ത് തരം പ്രയാസങ്ങളാണെങ്കിലും യൂനുസ് നബി അലൈഹി സ്വലാമക്കല്ലേ ബാധിച്ചത്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ കപ്പലിന്റെ നടുക്കടലിൽ നിന്ന് എടുത്തെറിഞ്ഞില്ലേ കടലിലേക്ക് വീഴാന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. ആ വീണത് അദ്ദേഹത്തെ ഒരു മത്സ്യം വിഴുങ്ങി എന്ന് പറഞ്ഞാലും അതിനേക്കാൾ വലിയൊരു പ്രയാസമുണ്ടോ? ആ പ്രയാസം അദ്ദേഹത്തിന് വന്ന് അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട് ഖുർആൻ. അതൊക്കെ ഒന്ന് മനപ്പാടാക്കണ്ടേ? അത് ജീവിതത്തിലേക്ക് പകർത്തിയാൽ അപ്പൊ തീരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഏത് പ്രയാസങ്ങളും അതിൽ കുറച്ചേ ഉള്ളൂ. ഏത് പ്രവാചകന്മാരുടെയും ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരൻ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത് ഒരാളുകൾക്കുള്ള പ്രശ്നമാണ്. വീട്ടിലൊറ്റപ്പെട്ടു പോകുക, രോഗിയാകട്ടെ അതല്ലെങ്കിൽ എങ്ങനെയാകട്ടെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രശ്നം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം കിണറ്റിലൊറ്റപ്പെട്ടു പോയി. ജീവിതകാലം എത്രയോ സഹോദരന്മാരുടെയും തങ്ങളുടെ പിതാവിന്റെയും മാതാവിന്റെയും ചാരത്ത് നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിച്ചത് എത്ര കാലം? അത്രയും കാലം. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം ഖുർആനിലുണ്ട്. പക്ഷെ അതൊന്നും അറിയാതെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും പോയി സ്വന്തം വീട്ടിലിരിക്കുന്ന ഖുർആനിലൊരു പരിഹാരമുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ മരിച്ചു പോയാൽ ഈ ഖുർആന്റെ ആൾക്കാരാണെന്ന് വലിയ വീരവാദം നടിച്ചിട്ട് എന്ത് കാര്യമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിങ്ങളാന്ന് പേര് കൊണ്ട് മാത്രമാകും, ജീവിതം കൊണ്ടുകൊണ്ട് ആ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ഏതൊരു പ്രയാസത്തിന് നമുക്ക് ഈ ഖുർആനിൽ അതിന് ശമനമുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ മാത്രമല്ല, പണ്ഡിതന്മാർ പരമാവധി പറയാറുണ്ട്, ഇദാ ദഖല റമദാൻ,
ഇമാം സുഹൈരി റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് കാണാം, ഇദാ ദഖല റമദാൻ, റമദാനിലേക്ക് പ്രവേശിച്ചാൽ ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ, ഇത് ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. വ ഇത്ആമു തആം, ഭക്ഷണം കൊടുക്കുന്ന മാസം. ഭക്ഷണം കൊടുക്കൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫത്തറ സായിമൻ, ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജ്രിഹി, അയാൾക്ക് ആ നോമ്പുകാരന്റെ എന്ത് പ്രതിഫലമുണ്ടോ അതുപോലെ ഉണ്ട്. നമ്മളൊക്കെ ഒരു നോമ്പ് പറ്റിക്കണം, നോമ്പ് തുറക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിൽ വരുന്നത് ഒരു നോമ്പിന്റെ പ്രതിഫലം, നമ്മൾ നോറ്റ നോമ്പിന്റെ മാത്രം. പക്ഷെ അന്ന് ആ നോമ്പിനുള്ള പൈസ മുടക്കിയാലുണ്ടല്ലോ അയാൾക്കുള്ള പ്രതിഫലം എത്രയാണ്? അവിടെ ഇരിക്കുന്ന ആൾക്കാർ എത്ര, 100 ആളുണ്ടെങ്കിൽ 100 ആളുടെയും പ്രതിഫലം അയാൾ അക്കൗണ്ടിൽ വരുന്നതാണ്. ചെറിയ കാര്യമുള്ളൂ. നമ്മളടുത്ത് പൈസ ഉണ്ടോ, സമ്പത്തുണ്ടോ, എത്രയാണോ ചെലവാക്കാൻ സാധിക്കുന്നത് അത് കൊടുത്തു നോമ്പ് തുറപ്പിച്ചാൽ അത്രയും ആളുകളുടെ കൂലി നൽകും. ചെറിയ കാര്യമല്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആളുകളാണെങ്കിൽ ആ നോമ്പ് തുറപ്പിക്കാനാണ്. എത്ര ആളുകൾ പ്രയാസപ്പെട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തായിക്കൊണ്ട് ഈദ് കിസ്വയുമായി ബന്ധപ്പെട്ട്, ഈദ് കിസ്വ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ഡ്രസ്സില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയി കുട്ടിയെ എടുത്തുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ്. അപ്പൊ വെറുതെ ചോദിച്ചാൽ എന്താണ് വീട്ടിൽ നോമ്പറക്കാണ്ട്? അപ്പൊ കുട്ടി പറഞ്ഞു ഇന്നലത്തെ ചോറുണ്ടെന്നാണ്. നമ്മളൊക്കെ ഒരു ദിവസത്തെ ചോറ് ഒരു മാസം കേട്ട് കഴിക്കും. റമദാനിക്കൊന്നും വെറും ചോറ് കഴിക്കാമെന്ന് നമ്മൾ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ എന്ന അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ ഒരു സ്വപ്നം ആ ചോറെങ്കിലും അത് ഉണ്ടെങ്കിൽ എന്നാണ്. അതാണ് ആ അവസ്ഥ. അത്രയും ഇല്ലാത്ത ആളുകളുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ ഒരു സഹായം, അവർക്കൊക്കെ സഹായം. നമ്മൾ പള്ളിയിൽ തുറക്കുകയാണെങ്കിൽ തന്നെ പല ആളുകളും പള്ളിയിലേക്ക് വരും. അവിടെയൊക്കെ തുറന്ന് അവർ പോയാൽ അതിന്റെ പ്രതിഫലം നമുക്കറിയില്ല. നാളെ പരലോകത്തെത്തുമ്പോഴേ അപ്പേ ഇതൊക്കെ ഞാൻ ചെയ്തതത്ര നന്നായേനെ എന്നാണ് ചിന്തിച്ചു പോകുന്നത്. നമ്മൾ നോമ്പ് തുറപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം പുണ്യകരമായിക്കൊണ്ട് പണ്ഡിതന്മാർ ഈ 2 കാര്യങ്ങൾ ഖുർആൻ പാരായണത്തിന്റെ കൂടെയായിക്കൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഈ റമദാനിൽ എത്രത്തോളം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം വാരിക്കൂട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിക്കൊണ്ട് ആ റമദാനിനെ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നോമ്പും കൃത്യമായി കൊണ്ട് നിർവഹിക്കാനും ഖുർആൻ പാരായണത്തിലെല്ലാം ശ്രദ്ധ ചെലുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.